ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകൻ 10-ാം അധ്യായം 7-ാം വാക്യം. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു, അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. സകലത്തിനെയും നാഥനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കൂടെയുള്ളവരെയും ഞങ്ങളുടെ ജീവിതാവസ്ഥകളെയും നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും പദ്ധതികളെയും ഞങ്ങൾ ഉത്കണ്ഠകളും രോഗങ്ങളും സഹനങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തമ്പുരാനെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അഹങ്കാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ലഭിച്ചിട്ടുള്ളതിനെ ഓർത്ത്, ഞങ്ങൾക്കുണ്ടായിട്ടുള്ള മേന്മകളെ ഓർത്ത്, ഞങ്ങളുടെ കഴിവിനെ ഓർത്ത്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് തമ്പുരാനെ ഞങ്ങൾ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. എളിമയോടെ നിന്റെ മുമ്പിൽ ആയിരിക്കാനായിട്ട് കൃപ തരണമേ. മനുഷ്യരോടും ദൈവത്തോടും എളിമയോടെ വർത്തിക്കാൻ ഞങ്ങളെന്ന് സഹായിക്കണമേ. അനീതി ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.